തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനം ശ്രവിക്കുവാനായി നമ്മൾ ഈ ടി വിക്ക് ചുറ്റും ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് കർത്താവിന് സമർപ്പിക്കാം. കർത്താവ് നൽകുന്ന ഈ വചനം ശ്രവിക്കുവാൻ ഈ ശാലോം ടി വിയിലൂടെ നമുക്ക് ദൈവം ഇടവരുത്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സ് ഈ വചനത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് കർത്താവ് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 തുടങ്ങി 21 വരെയും 24-ാം തിരുവചനവുമാണ്. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിൽ 33-34 തിരുവചനങ്ങളിലും ഏകദേശം ഇതിന് തത്തുല്യമായ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഈ തുരുമ്പും കീടങ്ങളും ഒക്കെ എന്തെങ്കിലും സമ്പത്ത് നശിപ്പിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പച്ചക്കറികളും നമ്മൾ ചെയ്തു കൂട്ടുന്ന വസ്തുവകകളൊക്കെ തുരുമ്പും കീടമൊക്കെ കയറിപ്പോകുന്നു. പക്ഷേ ഈ സമ്പത്ത്, ഈ പണം വളരെ അപൂർവമായിട്ടാണ്. നമ്മുടെ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം ഈ തുരുമ്പും കീടമൊക്കെ കയറുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നന്നായി തിരിഞ്ഞു നോക്കുവാൻ, കുറച്ചും കൂടി ആഴത്തിലേക്കൊന്ന് കടന്നു നോക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവം ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത ഇതായിരുന്നു: എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? മനുഷ്യനെന്തോ ഒരു ടെൻഷൻ പിടിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്തൊരു പിരിമുറുക്കമാണ്, എന്തോ ഒരു ഞെട്ടലിൻ്റെ ഒരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്താ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഭൂമിയിൽ നമ്മൾ സമ്പാദ്യങ്ങൾ നേടുന്നത്, നമ്മൾ സമ്പത്ത് ശേഖരിക്കുന്ന ഒരു പക്ഷേ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാവാം. ഭാവി നന്നായി തീരട്ടെ എന്നോർത്ത് മനസ്സിൽ ആകുലതകൾ അകറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. ഒരു കൊച്ചിനോട് പറഞ്ഞെടീ, നീ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, നീ മിടുക്കിയല്ലേ, നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്: അപ്പനും അമ്മയും എനിക്കും എൻ്റെ അടുത്ത തലമുറയ്ക്കുള്ളതും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എന്തിനാ പഠിക്കുന്നത്? എനിക്ക് നല്ലൊരു കല്യാണം ആലോചിക്ക്, ഞാൻ കല്യാണം കഴിച്ച് ശാന്തമായി ജീവിക്കട്ടെ, എനിക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കൊച്ച് അത് കണ്ടെത്തിയിട്ട് പറയുകയാണ്. അപ്പൻ ഒരു മകളേ ഉള്ളൂ, അവൾക്കും അവളുടെ അടുത്ത തലമുറയ്ക്കും കൂടെ ഉള്ളത് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന അവൾ തിരിച്ചെടുത്തു. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓർത്തു നോക്കണം. തിരുവചനം ഇവിടെ പറയുന്നുണ്ട്, കീടങ്ങളും തുരുമ്പും അവ നശിപ്പിക്കുമെന്ന്. ഞാൻ ഈ തുരുമ്പിനെയും കീടത്തെയും കുറിച്ച് കുറേ സമയം ഇങ്ങനെ ചിന്തിച്ച് നോക്കി. ഇതെന്തായിരിക്കും ഈ തുരുമ്പും കീടവും ഇങ്ങനെ നശിപ്പിക്കുന്ന സാധനം? എന്തായിരിക്കും, എന്താകാനാ സാധ്യത? നമ്മൾ എന്തോരം വായിച്ചു, പള്ളി പ്രസംഗത്തിലും മറ്റു കാര്യങ്ങളിലും ധ്യാനത്തിലും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ തെറ്റായിരിക്കാം ഞാൻ പറയാൻ പോകുന്നത്, എന്നാലും ഞാനങ്ങ് വിചാരിക്കുകയാണ്, ആരാണ് ഈ തുരുമ്പ്, ആരാണ് ഈ കീടങ്ങൾ? ഞാൻ പറയും, നമ്മുടെ വീട്ടുകാരും നമ്മുടെ അയൽവാസികളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ് ഈ തുരുമ്പും കീടങ്ങളും എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരു വലിയൊരു ബിസിനസ്സുകാരൻ, അവൻ വലിയൊരു കോട്ടികളുടെ ഒരു ബിസിനസ് തുടങ്ങി
നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടികൾ അവനെപ്പോഴും ലക്ഷങ്ങളാണ് മാസം മാസം വന്ന് വീണുകൊണ്ടിരിക്കുന്നത് ലാഭം. അപ്പോഴാണ് ഒരു തുരുമ്പ് അവിടെ കയറിയത്. എന്താണെന്നറിയാമോ? ഈവൻ ചെയ്ത് അതേ ബിസിനസ് തന്നെ വേറൊരുത്തിന് അവിടെ തുടങ്ങിയിട്ട് ഇത് മുഴുവൻ ബ്ലോക്ക് ചെയ്തു. തുരുമ്പ്, കീടം. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവർ അന്നേരം അപ്സെറ്റ് ആകുകയാണ്. ഒരു വാതിലുമില്ല, കോടികളുടെ കടത്തിലേക്ക് ഇപ്പോൾ കടന്നു പോയിരിക്കുകയാണ്. വീട്ടുകാർ നന്നായിട്ട് ഒരു പാത്രത്തിൽ കഴിച്ച് സ്നേഹിച്ചു ജീവിച്ചു വന്നപ്പോൾ ഒരു സഹോദരൻ കുറച്ച് കാശുകാരനായി പോയതോ അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും എല്ലാവർക്കും കൂടെ തുരുമ്പും കീടവും അവരിലൂടെ വരാനായിട്ട് തുടങ്ങി. എല്ലാവരും കൂടി അവനെ ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. ഇവന് സ്വസ്ഥതയില്ല. എന്തോരു സംഭവങ്ങളാണ്. നമ്മളൊന്ന് ഓർക്കുക. അധ്വാനിക്കേണ്ടെന്നോ, ദൈവം തന്ന ആരോഗ്യം നമ്മൾ ചെലവഴിക്കേണ്ടെന്നോ, ദൈവം തന്ന കഴിവുകളെ നമ്മൾ ഉപയോഗിക്കേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഇതിനു വേണ്ടി നമ്മൾ നട്ടം തിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തുരുമ്പും കീടങ്ങളും ഒന്നും ദൂരെ നിന്ന് വരുന്ന ജീവികളാണെന്ന് ഞാൻ കരുതുന്നില്ല. എത്രയോ കുടുംബങ്ങൾ, ഈ ഇടയ്ക്കൊരു സംഭവം കേട്ടത് ഞാൻ ഓർക്കുകയാണ്. 2 കാലത്തിലാണ് സിസ്റ്ററെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. 2 നേരത്താണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഭയങ്കരമായ അനൈക്യം. ഇന്നത്തെ കാലത്ത് ഇതൊന്നും നടക്കുകയല്ല നമ്മൾ, പക്ഷേ നടക്കുന്നുണ്ട്. ഫ്ലാറ്റിലേക്കോ മറ്റു പല സ്ഥലങ്ങളിലേക്കോ വാടകയ്ക്കോ ജനം ഓടുന്ന കാലഘട്ടമാണെങ്കിലും ഇന്നും ഈ സമ്പത്തിൻ്റെ പേരിൽ അവനെല്ലാം കൊടുത്തു, അവനെല്ലാം നേടിയെടുത്തു, അല്ലെങ്കിൽ അവൾ കുറച്ചും കൂടെ ഉയർന്നു പോയി, അവനോടാണ് താല്പര്യം. ഇതിൻ്റെ എല്ലാം പേരിൽ ഇന്ന് നടന്ന കീടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സ്വന്തം സഹോദരങ്ങളാണ് നമ്മുടെ സ്വസ്ഥത ഇന്ന് കെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്, നമ്മളെ ഇന്ന് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് ഓർക്കണം. എത്രയോ സംഭവങ്ങൾ ഈ ധ്യാനാനുഭവത്തിൽ നിന്നും പ്രാർത്ഥന സ്പിരിച്വൽ ഷെയറിങ്ങിൽ നിന്നുമൊക്കെ കൂടെ നിന്നവർ ഒരു ശക്കലം ഇച്ചിരി ഉയർന്നപ്പോഴത്തേക്കും സംഭവിച്ച കാര്യങ്ങൾ, കുടുംബത്തിലുണ്ടായ അനൈക്യങ്ങൾ. ഒന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ പേരിപ്പം വരുന്നില്ലേ, അവനെന്തോ ഒരു ഉയർച്ചയാ, അവനോട് അപ്പൻ അത്രയും കാരുണ്യം കാണിച്ചിട്ടാ, അപ്പനത് സ്വത്ത് കൊടുത്തിട്ടാ, അല്ലെങ്കിൽ അവനെ പഠിപ്പിച്ചിട്ടാ, എന്നെ പഠിപ്പിച്ചില്ല. പല പല കാര്യങ്ങളിലും മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനത്തെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈ വചനത്തെ നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എവിടെയെങ്കിലും തുരുമ്പ് കണ്ടിട്ടുണ്ടോ നമ്മൾ? ഇന്നത്തെ കാലത്ത് തുരുമ്പിങ്ങനെ പതുക്കെ കയറിയാണ് ഓരോ സാധനവും നശിപ്പിക്കുന്നത്. കത്തിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് തുരുമ്പ് കയറും, കീടങ്ങൾ നമുക്ക് കയറും, കഥകളൊക്കെ കീടങ്ങൾ കയറി നമുക്കറിയാം നശിപ്പിക്കുന്നത് നമുക്ക് കാണാം. പതുക്കെ തുരപ്പൻ വെച്ച് നടക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പൊന്നുമക്കളെ, ദൈവം തന്ന ആരോഗ്യവും കഴിവുമെല്ലാം നമ്മൾ നന്നായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ തുരുമ്പിനെയും കീടങ്ങളെയും ഒക്കെ കാണാതിരിക്കുവാനായിട്ടുള്ള ഒരു മാർഗമുണ്ട്. തുരുമ്പും കീടമൊക്കെ എപ്പോഴും ഉണ്ടാകും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ. പക്ഷേ ഇതിൽ നീ നട്ടം തിരിഞ്ഞ് തലകറങ്ങി വീഴാതിരിക്കാനായിട്ടുള്ള മാർഗം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നത് പോലെ തന്നെ നീ സ്വർഗത്തിലെ നിക്ഷേപം കൂട്ടിക്കൊണ്ടിരിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭൂമിയിൽ നിക്ഷേപം കൂടുന്നത്. പണ്ട് കാലത്തൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു, നല്ല കാലം നല്ല സമ്പത്തൊക്കെ ഉള്ള ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട്. പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിലൊക്കെ നന്നായിട്ടൊക്കെ വിളവുകൾ ഉണ്ടാകുക, സമ്പത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടായിരുന്നു പണ്ട് കണ്ടുകൊള്ളുന്നത്. ഇന്നും നമുക്കതൊക്കെ ചിലരുടെയൊക്കെ മനസ്സിലുണ്ട്, ഉണ്ടാകാമായിരിക്കാം. പക്ഷെ ദൈവാനുഗ്രഹമാണെങ്കിൽ പോലും നമ്മളൊന്ന് ഓർക്കുക. അതോടൊപ്പം പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കും, പഴയ നിയമത്തിൽ ഒരുപാട് വിഗ്രഹാരാധനകളുണ്ടായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുക, അന്യ ദൈവങ്ങളെ ആരാധിച്ച് ഹൃദയം ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു ജനതതി ഉണ്ടായിരുന്നു. അവർക്കൊരു വാണിംഗ് പോലെയാണ് ഈശോ ഈ വചനം ശരിക്കും ഇവിടെ പറയുന്നത്. ആ രാജാക്കന്മാരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ വിഗ്രഹങ്ങളെ, അന്യ ദൈവങ്ങളെ ആരാധിച്ച് അവിടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയത് ഇന്ന് അന്യ ദൈവങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന സമ്പത്തും പ്രതാപം, പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ വെൽത്ത്, ഇത് രണ്ടൊക്കെയാണ് നമ്മൾ കൊണ്ട് സ്ഥാനമാകാം. ഇനി 24-ാം തിരുവചനം ഞാൻ വായിച്ചില്ലല്ലോ. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും അത് വലിയൊരു നീണ്ട സെൻറ്റൻസ് ആണെങ്കിൽ ഒന്നായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
രണ്ടുപേരെ, രണ്ട് ദൈവങ്ങളെ പറ്റിയല്ലെന്ന, രണ്ട് കാര്യം പറ്റി, രണ്ട് യജമാന്മാരെ പറ്റിയല്ലെന്ന ഇവിടെ പറയുന്നത്. അതായത് ദൈവത്തെയും മാമോനെയും സ്നേഹിക്കാനായിട്ട് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റിയെന്ന കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപോലും നമുക്ക് ശേഷിയില്ലെന്ന കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര തരത്തിലുള്ള മാമോനുകളാണ്, എത്ര തരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിൽ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് മനുഷ്യനിങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളല്ലേ ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വ്യക്തിത്വമല്ലേ തകർന്നുകൊണ്ടിരിക്കുന്നത്? ഈശോ നൽകുന്ന വലിയൊരു വാണിംഗാണ്. പഴയ നിയമ ജനത എന്താണ്, വിഗ്രഹാരാധനയുടെയും അന്യദൈവങ്ങളുടെയും പിന്നാലെ പോയി അവർ ജീവിതത്തെ നശിപ്പിച്ചതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ പാവനമായി വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നാണ് ദൈവം തമ്പുരാൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. എവിടെയാണോ നിൻ്റെ ചിന്തകൾ ഇരിക്കുന്നത് അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയവും എന്ന് പറയുന്നു. സ്വർഗീയ നിക്ഷേപങ്ങൾ, സ്വർഗീയ നാണയങ്ങൾ ശേഖരിക്കുവാനായിട്ടാണ് കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയിരിക്കുന്നതും ഈ നമുക്ക് ആയുസ്സും ആരോഗ്യവും കൃപയും കഴിവുകളും എല്ലാം നൽകിയിരിക്കുന്നതും. കാരണം നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്, സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടവരാണ്. സ്വർഗീയ നിക്ഷേപങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ ആ പണസഞ്ചിയിലെ സാധനങ്ങൾ മാത്രം എന്താണ്, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും, എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും എന്ന് പറയുകയാണ്. ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെട്ടെന്ന് പൊട്ടുന്ന ഒരു കാലഘട്ടമാണ്, പെട്ടെന്ന് ക്ഷതമേൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്ത് ഇത്രയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എൻ്റെ ഒന്ന് ചെറുപ്പത്തിലൊന്നും ഞാൻ ഇത്രയും കേട്ടിട്ടില്ല. ആഹാരം കൊണ്ടാണെന്നും ഭക്ഷണ രീതി കൊണ്ടാണെന്നും വ്യായാമമില്ലാത്തത് കൊണ്ടാണെന്നും ഒക്കെ വൈദ്യശാസ്ത്രം നമ്മളോട് വിധി എഴുതുമ്പോഴും ദൈവശാസ്ത്രം പറയുന്നതും കൂടി ഒന്ന് കേൾക്കുന്നതിന് നമുക്ക് വലിയ കുഴപ്പം വല്ലതും ഉണ്ടോ? ദൈവശാസ്ത്രം എന്താ നമ്മളോട് പറയുന്നത്? ദൈവശാസ്ത്രം പറയുന്നത് ഹൃദയത്തിൻ്റെ ഈ എന്താണ്, ഈ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അതിനനുസരിച്ച് നിൻ്റെ ഹൃദയത്തിൻ്റെ എന്താണ് ഓരോരോ അറകളും ഇങ്ങനെ അടഞ്ഞുകൊണ്ടേയിരിക്കും. ഹൃദയത്തിലേക്കുള്ള പമ്പിങ് ശരിക്കും നടക്കാത്തതിൻ്റെ കാരണം, ഓക്കെ വൈദ്യശാസ്ത്രം എന്തും പറഞ്ഞു, ഞാനതിന് എതിരൊന്നുമല്ല, ആ ഫീൽഡിലുള്ളവർ എന്തും പറഞ്ഞു, പക്ഷേ ദൈവശാസ്ത്രം പറയുന്നതും കൂടെ നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. പല രീതികളിൽ നിൻ്റെ മനസ്സ് മറ്റുള്ളവരെ ഒന്ന് താഴ്ത്തിക്കെട്ടുവാനോ അവരെ കൂടെ ഉയരാനായിട്ട് വെമ്പല്, കുറച്ചും കൂടെ പൊങ്ങാനായിട്ടുള്ള വെമ്പല്, അതൊക്കെ പൊക്കണ്ടവൻ പൊക്കിക്കോളിയേലേ. നമ്മൾ മാന്യമര്യാദയിൽ ദൈവത്തെ ഓർത്ത് ദൈവമേ എന്നോർത്ത് ജീവിച്ചാൽ അവിടുന്ന് നമ്മളെ മറക്കുവോ? അവിടുന്ന് നമ്മളെ കൈവിടുവോ? അവിടത്തേക്ക് അങ്ങനെ കൈവിടാൻ പറ്റുമോ? പറ്റിയേലെന്നേ. അവിടുന്ന് നോക്കിക്കൊള്ളും. ഒന്നും നിനക്ക് സമ്പത്തില്ലെങ്കിലും, ഒന്നും നിനക്ക് നിൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നും കൊടുക്കാനില്ലെങ്കിലും, വിശുദ്ധമായൊരു ജീവിതം, നീതി നിറഞ്ഞ ജീവിതം, ദൈവത്തിന് സ്വീകാര്യമായൊരു ജീവിതം നിനക്ക് കിട്ടിയ കഴിവിൻ്റെ വെളിച്ചത്തിൽ നീ അധ്വാനിച്ചിട്ട് നിനക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും, നീ പരിശ്രമിച്ചിട്ടും ജീവിതം മനോഹരമാകുന്നില്ലെങ്കിലും, നമ്മൾ ഓർത്തുകൊള്ളുക, ഹൃദയം നീ വെക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ഉടയവൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഈ അയൽബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും മറ്റ് നമ്മളുമായി ബന്ധപ്പെട്ട പലരുമൊക്കെ നമ്മളിൽ മാറിപ്പോകാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? നമ്മൾ അധ്വാനിച്ചതാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ, അങ്ങനെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത്. അമിതമായി നമ്മൾ കാട്ടിക്കൂട്ടിയ വെപ്രാളങ്ങളും അതും ഇതും കാര്യങ്ങളും എല്ലാം ദൈവത്തിൽ സമ്പത്ത് വെച്ചില്ല. ആ കീറാത്ത പണസഞ്ചിയിൽ പണം ശേഖരിക്കാത്തത് കൊണ്ട്, കീറുന്ന പണസഞ്ചിയിൽ പണം ശേഖരിച്ച് വെച്ചതുകൊണ്ട് എന്തുണ്ടാകുന്നു? ആ അയൽക്കാരിലൂടെ ദൈവം നമ്മളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കീടങ്ങളെല്ലാം വന്ന് നമ്മളെ ഇങ്ങനെ കൊത്തിപ്പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ആവശ്യങ്ങൾ തീരുമോ? ഇവർക്ക് നമ്മൾ എത്ര കൊടുത്താലും തീരും, എത്ര കൊടുത്താലും തൃപ്തി വരാത്തൊരു ലോകത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, സ്വർഗത്തിലേക്ക് നമ്മൾ പമ്പ് ചെയ്യാനായിട്ട് നോക്കണം, സ്വർഗീയ കൃപകൾ കൊണ്ട് നമ്മൾ നിറയാനായിട്ട് നോക്കണം. ഇതല്ലേ നമ്മുടെ വിളി? ഇതല്ലേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിളി? ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുക? അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ,
ഞാനിന്ന് എവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ചുറ്റുപാടുമുള്ളവരും കയറി വരാത്ത രീതിയിൽ ഞാനും എൻ്റെ പറമ്പും എൻ്റെ മതിലും എൻ്റെ വീടുമെല്ലാം ചുറ്റിക്കെട്ടി വെച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകളെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണോ? ലോകത്തിൻ്റെ വാൽവുകളെല്ലാം അടച്ചതുപോലെ, ലോകത്തിൻ്റെ വാതിലുകളൊക്കെ അടച്ചു വെച്ചതുപോലെ ദൈവത്തിൽ നീ സുഹൃതസമ്പന്നമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാകുമ്പോൾ നീ കെട്ടിവെച്ചിരിക്കുന്ന മതിലുകളെല്ലാം താനെ അഴിഞ്ഞു പോകും. നീ 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 ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്ന, വരലേ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നവരെല്ലാവരും നിന്നിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഇതല്ലേ ക്രിസ്തീയ ജീവിതം? ഇതിനു വേണ്ടിയിട്ടല്ലേ ഈശോ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? എത്ര യജമാന്മാരെ സേവിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒന്ന് ചിന്തിച്ചേ, എത്ര പേരിപ്പോൾ എൻ്റെ മനസ്സിൽ ഏതെല്ലാം രീതികളിൽ രാഷ്ട്രീയമായി, സാമൂഹികപരമായി, സാമ്പത്തികപരമായി, വ്യക്തിപരമായി എൻ്റെ ഹൃദയം എവിടെയൊക്കെയാണ് ഈ ഉടക്കി കിടക്കുന്നത്? ശിഥിലമായി വ്യക്തിത്വത്തെ ഈശോ വിളിക്കുന്നു. ഈശോ വിളിക്കുന്നു, വരിക മോനെ, നീ ഇങ്ങോട്ട് വാ, നിനക്കില്ലാത്തത് ഞാൻ തരാന്നേ. സ്വർഗീയ നാണയങ്ങൾ ശേഖരിക്കുന്ന നല്ല മക്കളായി തീരുവാൻ നമുക്ക് ഇടവരട്ടെ. നമ്മുടെ ശരീരവും ഹൃദയവും മനസ്സും ഒക്കെ കുറേ കാലം കൂടെ ഈ ഈ ഈ വലിയ അസ്വസ്ഥതകളിൽ നിന്ന് ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ. നമുക്ക് ഒരു ശാന്തിയും സമാധാനവും നൽകുവാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉയർന്നു നിൽക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ ഈശോയെ ഒന്ന് നിർത്തുവാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ ഉന്നതത്തിലുള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ, ഉന്നതത്തിലുള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ. ഈ ഭൂമിയിലെ ആഗ്രഹങ്ങൾ ഭൂമിയെ മാത്രം ചുറ്റിക്കറങ്ങി നിൽക്കുന്നതാണ്. അത് തകരും. അത് ഉയരണമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഭൂമിയിലെ ആഗ്രഹങ്ങൾ മാത്രമാണോ? ഊണിലും ഉറക്കത്തിലും എനിക്ക് എന്ത് നേടാൻ പറ്റും? ഊണിലും ഉറക്കത്തിലും എനിക്ക് എന്ത് സമ്പാദിക്കാൻ പറ്റും? ഊണിലും ഉറക്കത്തിലും എനിക്ക് എന്ത് നേട്ടമുണ്ട്? ഒരു കുഞ്ഞു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഇത് കൂടുതൽ എനിക്ക് എന്ത് കിട്ടാൻ പറ്റും? സത്യമല്ലേ ഞാൻ പറയുന്നത്? നുണയാണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ എന്ത് നേടാൻ പറ്റും, കുറച്ചും കൂടെ എന്ത് നേടാൻ പറ്റും, ഇതിനകത്ത് നിന്ന് എന്ത് സ്വർഗീയ സമ്പത്തുകൾ എനിക്ക് നേടാൻ പറ്റും? ഇതല്ലേ നമ്മൾ നേടേണ്ടത്. യോഹന്നാൻ സുവിശേഷം 3:31 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്, അവൻ ഭൗതിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, അവൻ ഉന്നതത്തിൽ നിന്ന് വരുന്നവനാണ്. മറന്നു പോകരുതേ, ആരും മറന്നു പോകരുതേ, നമ്മളെല്ലാവരും ഉന്നതത്തിൽ നിന്ന് വന്നവരാണ്. നമ്മൾ ഉന്നതത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് വന്നവരല്ല. മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു എന്നേ ഉള്ളപ്പോൾ നമ്മൾ ഉന്നതത്തിൽ നിന്ന് വന്നവരാണ്. ഉന്നതത്തിലെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത്. ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? നമ്മളെപ്പോഴും അസ്വസ്ഥരായിരിക്കും. നമ്മളെപ്പോഴും ഓരോരോ രീതികളിൽ രാത്രിയും പകലും മുഴുവൻ ഒരു മനുഷ്യന് പറയാം, എൻ്റെ സിസ്റ്ററേ ഒന്ന് സമാധാനപൂർണ്ണമായിട്ട് ഉറങ്ങിയിട്ട് എന്താ 10-35ഓളം ജോലിക്കാരുണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. 10-35ഓളം ജോലിക്കാരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, മറ്റ് ബിസിനസ് കാര്യങ്ങൾ, അല്ലാണ്ട് സാമ്പത്തികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതെല്ലാം തുടങ്ങിപ്പോയത് കൊണ്ട് നിർത്താനും പറ്റുന്നില്ല. ഒന്ന് സമാധാനപൂർണ്ണമായിട്ട് ഞാൻ കണ്ടു ആ വീട്, നല്ല ബെഡുണ്ട്, നല്ല ഫാനുണ്ട്, AC-യും അതിനകത്തുണ്ട്, സർവ്വതുമുണ്ട് അതിനകത്ത്, നല്ല ഭക്ഷണമുണ്ട്, മേശയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുമുണ്ട്. പക്ഷെ ആരും മാത്രം വരുന്നില്ല, ഉറക്കം മാത്രം വരുന്നില്ല. എന്നാ ചെയ്യാൻ പറ്റും നമുക്ക്? കാരണം മനസ്സ് എവിടെയാണ്? നിൻ്റെ ആ നിക്ഷേപം എവിടെയാണോ? നിൻ്റെ ശരീരം കട്ടിലേക്കാണ്, നിൻ്റെ ഹൃദയവും മനസ്സും അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. പൊന്നു സഹോദരങ്ങളെ, ഈ വചനമെല്ലാം കേട്ട് താഴോട്ട് പോകാതെ മുകളിലേക്ക് നമുക്കൊന്ന് പോകണം. ദൈവം നോക്കുന്നേ, ഇത്രയും മതിയെന്നേ, ഇതെനിക്ക് ദൈവം വെച്ചിട്ടില്ലെന്നേ, എൻ്റെ കർത്താവിനെ അറിയാമെന്നേ. തീർന്നോ പ്രശ്നം? തീർന്നു. അവിടുത്തേക്കൊരു വഴിയുണ്ട്. ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാനാണ് നമ്മൾ ഈ ഭൂമിയിൽ ശ്രദ്ധിക്കേണ്ടത്. ദൈവവാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അവരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ, അവരിനേക്കാൾ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള മനോഭാവങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ളതല്ല, അത് ഭൗമികമാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുടേതാണ്. നമുക്ക് നന്നായി ഒന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഇപ്പം മനസ്സിൽ കിട പോകുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പം മനസ്സിലേക്ക് കറക്കുന്ന കാര്യം എന്താണ്?
ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ചെവികൾക്കിടെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം വേറൊരു സ്ഥലത്ത് ഇരിപ്പില്ലേ? എല്ലാവരും ഇരിപ്പുണ്ടെന്നേ. ഇതൊരു സാധനമാണ് നമ്മളെ വിട്ടുപോകുന്നത്. നമ്മൾ ചിന്തിച്ചു കൊണ്ട് നോക്കുക, എവിടെയാണോ നിൻ്റെ ഹൃദയം? കള്ളന്മാരും ഇരുമ്പും തുരുമ്പും കീടങ്ങളും ചിതലുകളും കടന്നു വന്ന് നമ്മളെ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ചേട്ടാ അത് തായോ, ചേച്ചി അത് തായോ, എന്നെ സഹായിക്ക്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഫോറിലൊക്കെ ജീവിക്കുന്നവരൊക്കെ ഒന്ന് നാട്ടിൽ വരുമ്പോഴത്തേനും എന്തെല്ലാം സഹായക്കാരും ആവശ്യക്കാരും ഒക്കെയാണ്. നമ്മളിവിടെ അധ്വാനിച്ചതും ഉണ്ടാക്കിയതും ഒക്കെ ഇവർക്കൂടെ കിട്ടുമെന്നൊക്കെ ഓർത്തുകൊണ്ട് എത്ര കൊടുത്താലും മതിവരാതെ ഇങ്ങനെ കീടങ്ങൾ ഇങ്ങനെ നമ്മളോട് പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ കയറാതിരിക്കുകയാണ്. സ്വർഗത്തിലും കൂടെ അതേപടി സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് ധന്യമായൊരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ, ധന്യമായ വലിയ പേരും പേര് കിട്ടിയില്ലെങ്കിൽ പോലും ഉള്ളെന്ന് ദൈവത്തിൽ വയ്ക്കുന്നൊരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, സ്വർഗീയമായ സുഹൃതങ്ങൾ, നല്ല സുഹൃതങ്ങൾ സമ്പാദിക്കുവാനായിട്ടുള്ള ആ ഒരു ജീവിതം കൂടിയാണ് ഇത്. സൽപ്രവൃത്തികൾ നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾ കാഴ്ചവെക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം ഒരു ബാലൻസ്ഡായി പോകുന്നത്. ബാലൻസ് ആയിട്ടുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ കാഴ്ചവെക്കണം. ദൈവം തന്ന കഴിവില്ലേ, സാധ്യതയല്ലേ എന്ന് ഓർത്ത് നമ്മൾ ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിലേക്ക് എന്തെങ്കിലും നാണയങ്ങൾ നേടിയിട്ടുണ്ട്, ഇപ്പം വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ നിന്ന് ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. അവിടെ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുമ്പോൾ ഏകദേശം എല്ലാ കീടങ്ങളും തുരുമ്പുകളും എല്ലാം മാറി മാറി നിൽക്കും, നമുക്കൊരു സ്വസ്ഥതയും കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ഈ പാരവയ്ക്കുന്ന, ഈ തകർക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രണ്ട് സ്ഥലത്തും നമുക്ക് നിക്ഷേപങ്ങൾ ഉള്ളവരാകാനായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ 3 കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന്, ശാന്തതയിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. സ്വസ്ഥതയിൽ എന്തു വന്നാലും നമുക്ക് ഏശാത്ത ഒരു ജീവിതം, ആരെന്തെല്ലാം പറഞ്ഞാലും ആരൊക്കെ മാറി നിന്നാലും നമുക്ക് ഒന്നും ഏശാത്ത രീതിയിൽ ശാന്തതയിൽ ജീവിക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട്, മറ്റുള്ളവരുടെ അസൂയയിൽ നിന്നും ഭാരയിൽ നിന്നും അവിടെ കുശുമ്പിൽ നിന്നുമൊക്കെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട്, സ്വർഗത്തിലേക്ക് ദൈവം നമ്മളെ എപ്പം വിളിക്കുന്നുവോ ആനന്ദത്തോടെ സന്തോഷത്തോടെ പോകുവാനായിട്ടുള്ള ഒരു സംതൃപ്തി നിറഞ്ഞൊരു ജീവിതത്തിൻ്റെ ഉടമയുമാകും. ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ തെറ്റായ ബോധ്യങ്ങളും മാറ്റി ഹ്രസ്വമായ നശ്വരമായ ഈ ലോകത്തിന് വേണ്ടി അധ്വാനിക്കാതെ സമ്പത്ത് ശേഖരിക്കാതെ അനശ്വരമായ ലോകത്തേക്ക് പ്രവേശിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പഴയ നിയമ ജനതയോട് വിഗ്രഹാരാധനയിൽ നിന്ന് മാറി ദൈവത്തെ ആരാധിക്കുവാൻ പറഞ്ഞു കൊടുത്ത നല്ല ദൈവമേ, ഇന്ന് പ്രിയപുത്രനിലൂടെ ഞങ്ങളോട് പറയുന്നു, നിൻ്റെ ഹൃദയം സ്വർഗത്തിലെ നിക്ഷേപം കൊണ്ട് നിറയട്ടെ എന്ന്. അതിനായി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഞങ്ങളെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.